ഹലോ ഗായ്സ്, ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് ഗീ റൈസ്. നമുക്ക് ഇന്നൊരു അടിപൊളി ടേസ്റ്റിൽ നെയ്ച്ചർ ഉണ്ടാക്കാം. ആദ്യമായി ബസ്മതി റൈസ് നന്നായി കഴുകിയതിനു ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. ആദ്യമായി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി മസാല കൂട്ടിട്ട് കൊടുക്കാം. ഇച്ചിരി ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ജാതിപത്രിയും കറുവപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പും കുരുമുളകും 2-3 ഏലക്ക ഒന്ന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെന്ത് കഴിയുമ്പോൾ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ. ചോറ് വെന്തതിന് ശേഷം നമുക്ക് അരിപ്പ് പാത്രത്തിൽ വന്നിട്ട് ഊറ്റി വെക്കാം. ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇച്ചിരി സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ശേഷം കിസ്മിസ് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയുടെ കളർക്ക് അത്യാവശ്യം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. സവാളയൊക്കെ അത്യാവശ്യം ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ചോറ് എടുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് എന്നാലും ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. റിയലി വെന്തതാണ്. നമുക്ക് സ്റ്റീം ഒക്കെ അതിനകത്ത് നിൽക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആകും. എല്ലാം കഴിഞ്ഞ് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.